കൊന്നിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1179 മലയാളം മംഗ എക്സ്പ്ലനേഷനാണ്. ഗൈസ് ട്രസ്റ്റ് മീ, ഇന്നത്തെ ഈ ചാപ്റ്റർ ഉണ്ടല്ലോ അതൊരു രക്ഷയും കാണത്തില്ല. അതുപോലത്തെ ഒരു ചാപ്റ്റർ ആയിരിക്കും. നമ്മളെല്ലാവരും തന്നെ കാത്തിരുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ റിവീലാണ് ഇന്ന് സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല വൺ പീസ് തൻ്റെ എൻഡിലേക്ക് എത്താറായിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാര്യം ഓൾറെഡി എൽബഫിൻ്റെ അകത്ത് 2 മേജറുള്ള ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്തിരുന്നു. ഇപ്പോൾ മൂന്നാമത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള ക്യാരക്ടറിനെ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ അധികമൊന്നും പറഞ്ഞ് ആരെയും പ്രകടിപ്പിക്കുന്നില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു സെക്കൻഡ് ഒരു സ്കിപ്പ് ചെയ്യാതിരിക്കാനും നോക്കുക. കാര്യം ഈ ചാപ്റ്റർ ഒരു ഒന്നാന്തരം ചാപ്റ്റർ തന്നെയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നെറോണ ഇമു ഡിസെൻഡൻ എന്നാണ്. അതുമാത്രമല്ല ചാപ്റ്ററിൻ്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ യാമറ്റോനെ അതേപോലെ ഏസിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമുക്ക് നമ്മുടെ ഇമുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. ദി ഗ്രേറ്റ് ഇമു, ഞാൻ താങ്കൾ പറഞ്ഞത് കേട്ടത് ശരി തന്നെയാണോ? അതേസമയം നടൻ മെറിജിയസിലെ ഹോളി ലാൻഡിലെ ആദ്യ റൂം ഓഫ് അതോറിറ്റിയാണ് പിന്നെ കാണിക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ എല്ലാ ഗോറസയും ഇരിപ്പുണ്ടായിരുന്നു. താങ്കൾ ഈ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് അത് എൽബഫിലേക്കാണോ? പ്ലീസ് താങ്കളത് ശരിക്കും റീകൺസിഡർ ചെയ്യേണ്ടതാണ്. താങ്കൾ ഒരിക്കലും ലോവർ ലെവലത്തിലേക്ക് പോകാൻ പാടില്ല. അങ്ങനത്തെ ഐഡിയൽസും കൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത്. ഹോളി ലാൻഡ് അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഗാർലിംഗ്? ഷാംറോക്ക് തിരിച്ചു വന്നപ്പോൾ എല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും കാര്യങ്ങൾ എപ്പോഴും ആ ഒരു ഗൗരവത്തെ തന്നെ നമ്മൾ എടുക്കണം. നമ്മൾ ഇത്ര നാൾ വിചാരിച്ചിരുന്നത് ആ ഒരു ലോവർ ലെവലത്തിൽ ആർക്കും തന്നെ നമ്മളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്നായിരുന്നു. പക്ഷേ ഇപ്പതേ അവര് കാരണം ഇവിടെ വിശക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം ആൾക്കാരുടെ വിശപ്പ് കെടുത്താൻ പറ്റില്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ലീഡേഴ്സാണ് നമ്മൾ? അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു മിലിറ്ററിനാണ്. നമ്മുടെ ഈ ലോകം തന്നെ പിടിച്ച് കെട്ടാൻ പറ്റുന്ന ഒരു മിലിറ്ററിനെ നമുക്ക് റേസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമർ എച്ചിക്കു പെട്ടെന്നാണ് അവൻ്റെ ഡെൻഡൻ മുഷി റിങ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അവനാട്ടെ അത് കോളടിക്കുകയും ചെയ്യും. അപ്പോഴാണ് അവൾ കിടന്ന് കാർന്നത്. ഗാർലിംഗ്, ഫുഡ് എവിടെ? എനിക്ക് വിശക്കുന്നു. ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അതേസമയം പിന്നെ കാണിക്കുന്നത് മറിജിയൂസിലുള്ള ആ ഒരു പവർ പ്ലാന്റ് ആണ്, ലാബോഫേസ്. അവിടെ ആയിട്ട് നമ്മുടെ യോർക്ക് കിടപ്പുണ്ടായിരുന്നു. യോർക്ക്, നിന്നോട് ഒരു തവണ പറഞ്ഞു ഹോളി ലാൻഡിൽ ഇപ്പോൾ ഫുഡിന്റെ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ തിരുത്താൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് നിന്റെ കയ്യിലുള്ളത്, ആ ഒരു മദർ ഫ്ലെയിം. നിനക്കൊരു സെലസ്റ്റിയൽ ഡ്രാഗനെ പോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്ക്. പിന്നെ എനിക്ക് വിശക്കണം പണ്ട് അവളാട്ടെ അവിടെ കിടന്ന് കാറുകയാണ്. ഇതല്ലായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതെനിക്ക് നന്നിട്ട് വിശക്കുന്നുണ്ട്. പലരും പറയുന്നത് ഒറിജിനൽ വെഗാപങ്കും ഈ ഒരു റെബലിന്റെ കൂടെ ചേർന്നിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് നീ ശരിക്കൊന്ന് റീകൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എങ്കിലും എനിക്ക് വിശക്കുന്നെന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഗാർലിംഗ് ആ കോള് കട്ടാക്കി കളയുന്നത്. ഓരോ പ്രശ്നങ്ങൾ കഴിയാൻ നേരത്ത് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും തുടക്കം ആ ഒരു നിക്ക് അപ്പിയർ ആയപ്പോൾ തൊട്ടാണ്. അല്ല, ഇതെല്ലാം മേറെയുള്ള കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ എഴുതി തരണോ അതോ ഇതൊന്നും ഇനി തടയാൻ പറ്റാത്ത കാര്യങ്ങളാണോ? അപ്പോഴാണ് ജൂപ്പിറ്റർ പറയുന്നത്, പക്ഷേ എങ്ങനെയാണെങ്കിലും ഗ്രേറ്റ് മൂ, താങ്കൾ എന്തായാലും ഈ ഒരു പാനഗിയ കാസിൽ വിടാൻ പാടില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് അഡ്മിറൽസിനെ അയക്കാമെന്നാണ് എൽബഫിലേക്ക്. ആ സമയത്ത് തന്നെ ന്യൂസ് ഡ്യൂറോ പറയുന്നുണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും അവർ തിരക്കിലായിരിക്കും. അപ്പോഴാണ് വാർക്കുറി പറയുന്നത്, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീണ്ടും അടയ്ക്കുക, നമ്മൾ തന്നെ ഇറങ്ങാം. വാർക്കുറി, ഇത് മേർലി ഒരു കോയിൻസിഡൻസ് അല്ല. ആരോഗൻസ്, ഐഡിയൽനെസ്, നെഗ്ലിജൻസ്, പ്രൈഡ് ഇതെല്ലാം മാറ്റിവെച്ചാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇതൊന്നും നമുക്ക് തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിനുശേഷം ഈ ആലോചിക്കുന്നുണ്ട് ഓരോരുത്തർ പറഞ്ഞ കാര്യം. അവിടെ റോക്സ് പറയുന്നത് ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു വരും. റോജർ പറയുകയും ചെയ്യും, നിങ്ങൾ തന്നെ തേടി കണ്ടുപിടിക്കുക. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നെപ്റ്റ്യൂണ് ഒരു മകൾ പിറന്നിരിക്കുന്ന ആ ഒരു ന്യൂസ്, ഡെവിൽ ഫ്രൂട്ട് സ്റ്റോൾ ഔൺ ചെയ്യപ്പെട്ട ആ ഒരു ന്യൂസ്, എൽബഫിന്റെ ഉള്ളിലെ ആ ഒരു സീക്രട്സ് ഞങ്ങൾ കണ്ടുപിടിച്ചു. ആ ഫോഗിന്റെ അകത്ത് വരുന്ന ഷിപ്പിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ലോക്കിയാണ്. അവൻ ഹാർലിന്റെ മകനാണ്. അല്ല, വൈറ്റ് ബേർഡ് എന്തിനാണ് ആ ഒരു യങ് മാനെ പ്രൊട്ടക്ട് ചെയ്തത്? ആരാണ് അവൻ? അതാണ് മങ്കി ഡി ലൂഫി. അല്ല, അവ മറ്റേയാളോ? അത് മാർഷൽ ഡി ടീച്ച്. ഇതേ സമയം നമ്മുടെ കിങ് കോബ്ര പറയും ചെയ്യും, നെഫ്രിത്താറി, ടി ലിലി, ജോയി ബോയ്, ഡേവി ജോൺസ്, നിങ്ങൾ ഇനി എത്ര നാൾ ഈ മൂന്നിങ്ങനെ സഫർ ചെയ്യിപ്പിക്കും? വിവിനെ എത്ര പെട്ടെന്ന് തന്നെ റിട്രീവ് ചെയ്യേണ്ടതാണ്. ഇതേ സമയത്ത് തന്നെ ഈ മുന്നെ പിന്നെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യാം, ഇതെല്ലാം തന്നെ വളരെ കാലത്തിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ഹോളി ലാൻഡ് എന്തായാലും ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുവാണ്. ഗ്രേറ്റ് മൂ, താങ്കൾ ഒരിക്കലും സർഫസിലേക്ക് പോകാൻ പാടില്ല. ആ ടൈമിലാണ് ഗാർലിംഗ് പറയുന്നത്, ഇനി എന്തായാലും നമുക്കത് തടയാൻ പറ്റുമെന്നും തോന്നുന്നില്ല.
പക്ഷേ എങ്കിലും ഗ്രേറ്റ് ഇമു താങ്കൾ ക്യാസിൽ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അർഹതയുമില്ല. ശരിയാണ്, ദി ഗ്രേറ്റ് വൺ ഓൾറെഡി ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ആർക്കും തന്നെ തടയാൻ സാധിക്കത്തില്ല. അപ്പോഴേക്കും ഇമുവിന്റെ താഴത്തുണ്ടായിരുന്ന ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അവിടുന്ന് തന്നെ ഇമു മാഞ്ഞു പോകുവാണ്. ചുരുക്കം പറഞ്ഞാൽ മറി ജ്യൂസിൽ നിന്ന് ഇമു മാഞ്ഞു പോയിരിക്കുന്നു. അതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽബഫാണ്. ന്യൂ വേൾഡ് അവിടെ ഹജർത്തിന് സ്റ്റാൻസ് എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്നാണ് ഗർഡ് എവിടേക്ക് ഓടി വരുന്നത്. എടാ, ഈ ഡീമിനെ നോക്കിയേ, അവന്റെ ശരീരം തന്നെ വീണ്ടും വീണ്ടും കൂട്ടിമുട്ടാനായിട്ട് നോക്കുന്നു. നീ എന്താണ് കാണിക്കുന്നത്? മര്യാദക്ക് എന്നെ വിടാൻ നോക്ക്. അല്ല, അവൻ ഇപ്പോഴും ജീവനുണ്ടോ? ശരിയാണ്, ഇവനൊരു മാഗ്നറ്റ് പോലെയാണ്. ദേ അടുത്തേക്ക് കൊണ്ടുവരാനത് വലിച്ചടുക്കുന്നു. നോക്കിയേ, നിന്റെ പേര് ഗർഡ് എന്നല്ലേ? ഞാൻ മറക്കത്തില്ല നിന്റെ പേര്. ഇവിടുന്ന് രക്ഷപ്പെട്ട ഞാൻ ആദ്യം കൊല്ലാൻ പോകുന്നത് നിന്നെ ആയിരിക്കും. അല്ല, ദേ ഇത് നോക്കിയെന്ന് പറഞ്ഞു പെട്ടെന്ന് അവനൊരു സാധനം കൊണ്ട് വരികയും ചെയ്യും. ആ സമയത്താണ് സോറോയും അത് ശ്രദ്ധിക്കുന്നത്. അതാട്ടെ ഒരു സ്റ്റീലുള്ള ഹാർട്ടായിരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സോറോ പറയുകയും ചെയ്യും, അല്ല ഇനി ഇതെങ്ങനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് വീണ്ടും പഴയ പോലെ ആകാൻ സാധിക്കുമോ? ഇത് കേൾക്കാൻ നേരത്ത് ഷോമേസ് ശരിക്കും പേടിച്ച് വിറച്ച് പോകുന്നുണ്ട്. അതേസമയം തന്നെ പിന്നെ കാണിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലമാണ്. അതേസമയം തന്നെ ഫ്രാങ്കി പറയുന്നുണ്ട്, ഉസോ ബ്രോ ഒന്ന് പിടിച്ചു നിൽക്കി, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. അല്ല, നിങ്ങളുടെ ബോൺസ് ഒക്കെ കമ്പിളിൽ ഒടിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ പോലെ സൈബോർഗായി മാറണോ? അല്ല, ചോപ്പറിനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചോപ്പറിനെ ജിംബെ തിരയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സാഞ്ചേട്ടെ അവിടെ ഒരു മരത്തിൽ ക്യുലിംഗത്തിന്റെ ഓരോ ശരീരഭാഗങ്ങളും കെട്ടിയിട്ടേക്കുവാണ്. നിന്റെ പേര് സാഞ്ചി എന്നല്ലേ? അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. നീ എൻ്റെ പേരും മറക്കാൻ പാടില്ല. അയ്യോ, നിന്റെ പേരാ അത് ഞാൻ ഓൾറെഡി മറന്നല്ലോ ഡന്നോയെ. പിന്നെയാണ് നമ്മുടെ ഗുങ്കോനെ കാണിക്കുന്നത്. ഗുങ്കോടെ കംപ്ലീറ്റ് ആ ഒരു ഐസിനകത്ത് പെട്ട് കിടക്കുവാണ്. ഇതേ സമയം ലോക്കിയും ലൂഫിയെല്ലാം കൂടെ ആ ഒരു സ്കൂളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ ടൈമിൽ അവിടെ നമ്മുടെ വേഗ പങ്ക് നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ലോക്കി ചോദിക്കുകയും ചെയ്യും, അല്ല ഈ സ്കൂൾ ആരാണ് ഫ്രോസ്റ്റ് ചെയ്തത്? അത് ഫ്രോസ്റ്റ് ചെയ്തതല്ല, അതിൻ്റെ എനർജി കംപ്ലീറ്റ്ലി അബ്സോർവ് ചെയ്തെന്ന് മാത്രം. എന്താണെന്നെന്താ സ്കൂളിലെ ലഞ്ചൊക്കെ കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിട്ടുണ്ട്. ഇപ്പം കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് പോലും ഇല്ല. ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂഫയുടെ അവിടെ ഫുഡിൻ്റെ മേളിൽ കയറി കിടക്കുകയും അവൻ പറയുകയും ചെയ്യും, എനിക്ക് ഉസോപ്പിനും ബ്രോക്കിനും ബാക്കിയുള്ളവർക്കും കൂടെ ഇത് കൊടുക്കണമെന്നുണ്ട്. ഡാ ആദ്യം നീ കഴിച്ച് നേരാകാൻ നോക്ക്, എന്നിട്ടല്ല ബാക്കിയുള്ളവര്. അല്ല ലോക്കി, നീ ഫ്രോസൺ ചെയ്ത അവളില്ലേ, അവള് മരിച്ചു കാണുമോ? ഇല്ല, അത് ഫ്ലാഷ് ഫ്രീസ് ആണ്. അതൊരു മരിക്കത്തൊന്നുമില്ല, തൽക്കാലം അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. പിന്നെ അത് അൺഡു ചെയ്യാൻ പറ്റിയ ഒരാളാണ് ഇരിക്കുന്ന റാഗ്നർ. അതുകൊണ്ട് അവർ എസ്കേപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതോർത്ത് നീ പേടിക്കാൻ വേണ്ട. ആ സമയത്താണ് നമുക്ക് നമ്മുടെ നാമിനെ കാണാൻ സാധിക്കുന്നത്. അവളാട്ടെ സ്യൂസിൻ്റെ സഹായത്തോട് എൽബഫിൻ്റെ തീയെ കണക്കുമായിരുന്നു. പെട്ടെന്നാണ് ദൂരത്ത് അവളൊരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് പെട്ടെന്ന് മുകളിലേക്ക് ഒരു കറുത്ത സ്മോക്ക് ഉയരുന്നത് കാണും. അവിടെ മാത്രമല്ല, എൽബവിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു കറുത്ത സ്മോക്ക് മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. അവർക്കാർക്കും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. അല്ല, അത് കണ്ടിട്ട് ശരിക്കും വീടുള്ള ഒരു ബ്ലാക്ക് സ്മോക്ക് പോലെ ഉണ്ടല്ലോ. എടാ അതല്ല, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിക്കേ. പിന്നെ കാണുന്നത് എൽബഫിൻ്റെ ക്യാസിലെ തൊട്ട് മുകളിൽ ഒരു മാജിക് സർക്കിളാണ്. അത് മാസീവ് ആയിട്ടുള്ളത്. ഗൈസ് വേഗമാ, അതെന്നാ നോക്കിയേ. അല്ല, ആ ഒരു കുലുക്കം എന്താണ്? ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ട് സാഞ്ചി ഫ്രാങ്കി അവിടേക്ക് വരികയും ചെയ്യും. പെട്ടെന്നാണ് ആ ഒരു മാജിക് സർക്കിളിൻ്റെ ചുറ്റിനും ഒരു പാട്ട് പോലെ, ഒരു ട്യൂൺ പോലെ കേൾക്കാൻ തുടങ്ങിയത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ലൂഫി വരാൻ നേരത്ത് ആ ഒരു ഡ്രംസ് ഓഫ് ലിബറേഷൻ കേൾക്കാമല്ലോ, അതുപോലെ തന്നെ. എന്നാൽ ആ പാട്ട് കേട്ട അടുത്ത സെക്കൻഡ് തന്നെ ലൂഫിയുടെ ഡെവിൾ ഫ്രൂട്ട് ആക്ട് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു ഡെവിലിനെ പോലെ അത് ആ പാട്ടിനെ, അത് ആ ട്യൂണിനനുസരിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അല്ല, നമ്മളീ കാണുന്നത് സ്വപ്നമൊന്നും അല്ലല്ലോ. എന്നാൽ ആ വീട് മാത്രമല്ലായിരുന്നു, എൽബഫിലുണ്ടായിരുന്ന ആ കാടുകൾ വരെ ആ ഒരു ഡെവിലിനെ പോലെ കിടന്ന് അലറാനും അട്ടഹസിക്കാനും തുടങ്ങി. ആ ഒരു പാട്ടിനനുസരിച്ച് അത് ആടാനും തുടങ്ങി. എൽബഫിൻ്റെ ചുറ്റിനും ആ ഒരു ഋതം അവിടെ മുഴങ്ങി കേൾക്കാനും എൽബഫിൻ്റെ ചുറ്റിനും ആ ഒരു തീ പടരാനും തുടങ്ങി. പെട്ടെന്നാണ് ഒരു സാധനം നേരെ ആ ഒരു ക്യാഷിനുള്ളിലേക്ക് വന്ന് ഒരു വലിയൊരു കോൺ കേസ് ആക്കി അവിടെ റിലീസ് ചെയ്യപ്പെടുന്നതും അത് റിലീസ് ചെയ്യുക അടുത്ത സെക്കൻഡ് തന്നെ പല ജയൻസും പല കുട്ടികളും ബോധരഹിതരെ താഴത്തേക്ക് വീണു. ഈ സമയത്ത് തന്നെ സോറോയ്ക്ക് മനസ്സിലായി അതൊരു കോൺ കേസ് ഹാക്കിയാണെന്ന്. ആ ടൈമിൽ തന്നെ നമ്മുടെ ലോക്കി പറയുകയും ചെയ്യും, അല്ല അത് വരുന്നത് ആ ക്യാസിൽ നിന്നല്ലേ, പക്ഷേ ഇതാ സെയിം ഹാക്കിയാണല്ലോ നമ്മൾ കുറച്ച് മുമ്പ് ഫീൽ ചെയ്തത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽബഫിലെ ആ ഒരു ക്യാസില്ലാത്തുള്ള ആ ഒരു ത്രോൺ റൂമാണ്. ചുരുക്കം പറഞ്ഞാൽ ഹാറലിനെ തളച്ച അതേ ആ ഒരു റൂം തന്നെ. നമ്മുടെ ഇമോട്ടെ നിലത്തേക്ക് വീണ് കുറേ ദിനം ചോര ഛർദ്ദിക്കുന്നുണ്ട്. അവൻ നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു, നന്നായിട്ട് ക്ഷീണിച്ചതുപോലെ. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. കോൺഗ്രസ് ആക്കി അവിടേക്ക് ബ്രഷ് ചെയ്ത് അവിടെ നിന്ന സ്ഥലമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോവുകയും ചെയ്യും. ഇതേ സമയം എൽഡർ ജാറിൽ ഡോറിയും ബ്രോഗിയൊക്കെ അവിടേക്ക്
പാഞ്ഞ് വരുന്നുണ്ട്. എൽബഫിന്റെ അന്തരീക്ഷം തന്നെ മാറാനായിട്ട് തുടങ്ങി. അവിടെ അത്രത്തോളം ഒരു ഭീകരത അവിടെ അനുഭവപ്പെടാനും തുടങ്ങി. ഈ സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വീടും ആ ഒരു ട്രീസും എല്ലാം അതിനനുസരിച്ച് അട്ടഹസിക്കുന്നുമുണ്ട്. ഇത് കണ്ടപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. അതായത് ക്യുലിംഗത്തിനും ഷൂമസിനും ഒരു കാര്യം മനസ്സിലായി. ദി ഗ്രേറ്റ് വൺ അദ്ദേഹം നേരിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു. അവിടേക്ക് ഓടി വന്ന ഒരാളാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അല്ല നോക്കിയേ, ക്യാസലിന്റെ മുകളിൽ ആരൊരാളിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ആദ്യത്തെ 20 പേരിൽ ഒരാളായിട്ടുള്ള വേൾഡ് ഗവൺമെന്റിന്റെ ക്രിയേറ്ററാണ്. ഡെവിൽ ഫ്രൂട്ട് എബിലിറ്റി എന്ന് പറയുന്നത് അക്കുമ, ചുരുക്കം പറഞ്ഞ ഡെവിൽ. ഒരു ഡെവിലിനെ പോലെ തന്നെ അവിടെ സെയിന്റ് നെറോണ ഇമു അഥവാ ദി കിങ് ഓഫ് ദി വേൾഡ് ആയുള്ള ഇമു ഇരിപ്പുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ ഇമുവിനെ ദേ ഇപ്പോൾ റിവീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗൈസ്, ആദ്യം റോക്സ്, പിന്നെ ലോക്കി, ദേ ഇപ്പോൾ ഇമു. വൺ പീസ് എന്തായാലും എൻ ഗെയിമിലേക്ക് കടക്കാറായിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത വീക്ക് ബ്രേക്കാണ്. അടുത്ത ആഴ്ച ഒരു കിഡിലൻ ചാപ്റ്റർ ആയിരിക്കും നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കാനായിട്ട് പോകുന്നത്. സോ അതൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.